അതുകൊണ്ട് പരിപാടി നിർത്തിപ്പോയിക്കൂടെ? എടാ ഈ ചിന്ത നിങ്ങളല്ല, ഇവിടുത്തെ ചാനലുകാരെ നടത്തിയിരുന്നെങ്കിൽ ഈ ചങ്ങാനിന്ദയുടെ വിളിക്കുന്നത്. ചോദിച്ചു പോയവൻ ഓമ്പി. ചാനലില് നല്ല അലുവയെ കുറിച്ചും പ്രോഗ്രാം വരും, ചാണകത്തിനെ കുറിച്ചും പ്രോഗ്രാം വരും. അതെ, അല്ല അല്ല ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും, ഇപ്പൊ ഈശി പൂശോടാ. ഹലുവയെ കുറിച്ച് വരുമ്പോ എന്നെ പോലെ വരും, ചാണകത്തിനെ കുറിച്ച് വരുമ്പോ നിന്നെ പോലത്തെ ആളുകൾ വരും. അറിയാമോ? ചാണകത്തിനെ കുറിച്ച് വരുമ്പോ നിന്നെ പോലത്തെ ആളുകൾ വരും. നിങ്ങൾ അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. നിങ്ങൾ എന്റെ കുറ്റമല്ല. നിക്കണ്ട സാറേ, നമുക്ക് പോകാം. അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ല കുമാര. പോയാ ഈ വക വെടിക്കെട്ടുമായിട്ട് അയാൾ പുറകെ വരും. നിങ്ങൾ വട്ടപൂജമായി ജീവിക്കുന്ന കുട്ടിയല്ല. എന്നെ കുറച്ച് മനസ്സിലാവട്ടെ. പൈസ സിനിമ എടുക്കുന്നത് ചോദിച്ചു മേടിച്ചതാ സാറേ. സതീശനെ അറിയാലോ. നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? പറയടാ. നിനക്ക് തല്ലാൻ തോന്നുന്നുണ്ടോ? തല്ലടാ, തല്ലടാ. ഞാനിപ്പോ എന്റെ വലിപ്പം മനസ്സിലാക്കുന്നു. ഞാൻ ഇവനേക്കാളൊക്കെ എത്ര മേളിലാണ്. ഞാൻ ചിരിച്ചു പോയനെ. അതുകൊണ്ടാണല്ലോ 100 ഒരാളെ ഇരിക്കേണ്ടി വരുന്നത്. കുഷ്ടം വായിച്ചു കഴിഞ്ഞാൽ ചാകി നന്നു വരും. നിന്നെ ഒന്നും ഒരാൾ നായകനാക്കാൻ പോകുന്നില്ല. ഇങ്ങനെ കാലത്ത് മറ്റവനായി ചെയ്തേ മറിഞ്ഞ് ചൊറിഞ്ഞ് നടക്കും. അതേ പറ്റും, ഒരിക്കലും നന്നാവൂല. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാ, ഇനി ചോദിക്കരുത്. എനിക്ക് വയ്യ.